ഇന്നലെ രാത്രി ഉറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയിട്ടോ, കാരണം കുട്ടി ഉറങ്ങാനും വൈകി. അങ്ങനെ രാവിലെ നേരത്തെ നീറ്റു, കാരണം അല്ലെങ്കിൽ നമ്മുടെ പണികൾ കഴിയില്ല. അപ്പോൾ രാവിലെ സാമ്പാറാണ്, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ എടുത്തിട്ട് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അതേ വെയിൽ പതുക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒരു 7:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ചൂടാവും. ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തൊട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ചായയും ബന്നും. അതിപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ചായ കഴിഞ്ഞാൽ ഇനി അടുക്കളയിൽ പോയി അടുത്ത പണി നോക്കണമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ ദോശയ്ക്ക് ഉള്ളി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിയൊക്കെ നേരാക്കി. അപ്പോൾ അങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മീൻ വന്നപ്പോൾ മീൻ മേടിക്കാൻ പോയി. അപ്പോൾ മീൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടുമല്ലോ നമുക്ക്. അപ്പം നമ്മൾ ഉള്ളി ചമ്മന്തി നമ്മളിന്ന് അമ്മിയിലാണ് അരയ്ക്കുന്നത്. സമയം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും അമ്മിയിൽ അരയ്ക്കുന്ന ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് മാത്രം മതി. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി. അതിനുശേഷം ദോശ ഉണ്ടാക്കി. അതിനുശേഷം സാമ്പാറിക്കുള്ള അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്തു. തേങ്ങ അരച്ചൊഴിക്കലൊക്കെ ഞാനിങ്ങനെ മസാലപ്പൊടികളൊക്കെ പാക്കറ്റോട് കൂടി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാണ് കേട്ടോ ഇട്ട് വയ്ക്കുക. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോഴേക്കും ഇങ്കി എണീറ്റു കേട്ടോ. അപ്പോഴേക്കും ദീപേട്ടന് വീണ്ടും ഉറക്കാൻ പറ്റും നോക്കുകയാണ്, പക്ഷെ ഉറങ്ങുന്നില്ല. അടുത്തത് നമ്മുടെ രണ്ടാമതായിട്ട് ചോറിന് സോയാബീൻ ഇങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എന്നാൽ നീ കഴിച്ചു, എന്നാൽ ഞാൻ കുട്ടീനെ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കാനിരുന്നു. അതിനുശേഷം കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇന്ന് സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഒന്ന് സംസാരിക്കാൻ രാവിലെ ഒഴിവ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടതൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.